ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഇതൊരു പാസ്ത ഉണ്ടാക്കിയാലോ. വെറും പാസ്ത ഇല്ല, ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കണത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അതേ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം വെളുത്തുള്ളിയും അതേപോലെ തന്നെ സബോള നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാമേ. അപ്പോൾ അതേ നമ്മുടെ സബോളയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറിയായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ വഴണ്ട് വന്ന സബോളയ്ക്ക് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പാസ്ത വേവിച്ച് വെച്ചതിൻ്റെ വെള്ളമാണ് കേട്ടോ. അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് 2 ചീസ് ഇടുന്നുണ്ട് ഞാൻ. ഇത് എല്ലാം മിക്സായിട്ട് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഈ മിക്സൊക്കെ ഒരു പേസ്റ്റ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇൻസ്റ്റൻറ്റ് പാസ്തയുടെ ഒരു മസാല ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇതൊക്കെ കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഞങ്ങൾ ആ പാസ്ത ഇതിലോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ പാസ്തയിൽ പിടിക്കുന്ന വരെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സോസ് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. പാസ്റ്റയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.